ഒറിജിനലി പീരീഡ്സ് എന്ന് പറയുന്നത് ആ സമയത്ത് എന്തൊക്കെയാണ് ബയോളജിക്കൽ ക്ലോക്ക് ടിക്കിംഗ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താണ് വാട്ട് ഇസ് പീരീഡ്സ്? 7 ദിവസത്തിൽ കൂടുകയോ അല്ലെങ്കിൽ 2 ദിവസമൊക്കെ ബ്ലീഡിംഗ് ഉള്ളൂ എന്ന് പറയുന്നത് അബ്നോർമൽ തന്നെയാണ്. ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഏറ്റവും റോങ് ആയി ആർത്തവമാവുന്ന സമയത്ത് സ്ത്രീകൾക്ക് കണ്ണിൽ കാണുന്ന എല്ലാ പുരുഷന്മാരോടും ലൈംഗികമായിട്ടുള്ള താല്പര്യം തോന്നുമെന്നാണ്. ഓരോ സ്ത്രീയുടെ അനുഭവം വ്യത്യസ്തമായിരിക്കും. ചില സ്ത്രീകൾക്ക് സെക്സിനോടുള്ള താല്പര്യം അധികമായി തോന്നാറുണ്ട്, മറ്റു ചിലർക്ക് വേദനയും അസ്വസ്ഥതയും മറ്റു ബുദ്ധിമുട്ടുകളും കാരണം അത് കുറവായി തന്നെ തോന്നാറുണ്ട്. ഒരു ഡോക്ടറോട്, ഒരു സ്ത്രീ ഡോക്ടർ ആയാലും പോലും പറയാൻ മടിക്കുന്ന അവരുടെ ശരീരത്തിലെ പ്രശ്നം ഏതായിട്ടാണ് തോന്നിയിട്ടുള്ളത്? വജൈനൽ ഡിസ്ചാർജുകൾ നോർമലും അബ്നോർമലും തിരിച്ചറിയാത്ത ഒരു വിഭാഗം സ്ത്രീകൾ ഇപ്പോഴും ഉണ്ട്. ഡിസ്ചാർജിന്റെ നിറം ചിലപ്പോൾ ഇളം മഞ്ഞയായിരിക്കാം, പച്ച നിറം വരാം, പച്ച. അതിന്റെ കൂടെ കടുത്ത ദുർഗന്ധം, ഇച്ചിങ്, യൂറിൻ പാസ് ചെയ്തതിനു ശേഷം കടുത്ത നീറ്റല്. പീരീഡ്സിന്റെ കളർ റെഡ് കളർ ആണോ അതോ ബ്രൗൺ കളർ ആണോ? മിക്ക സ്ത്രീകൾക്കും കുറച്ചും കൂടെ ഡാർക്ക് റെഡ് കളറിലായിരിക്കും ഇത് വരുന്നത്. യൂട്രസിന്റെ ഭിത്തിയിൽ നിന്ന് കുറച്ച് നേരം കെട്ടിക്കിടന്നതിന് ശേഷം പുറത്തോട്ട് വരുന്ന ബ്ലഡ് ആ നിറത്തിലുണ്ടാവും. ഭയങ്കരമായിട്ടുള്ള മൂഡ് സ്വിങ്സ്, നമുക്ക് സാധനങ്ങൾ തല്ലിപ്പൊട്ടിക്കാൻ തോന്നുക, ആരെങ്കിലും കൈ കിട്ടിയാൽ പോലും ഇടിക്കാൻ തോന്നുന്ന ഒരു അവസ്ഥ. പീരീഡ്സിന് മുന്നേയുള്ള ദിവസങ്ങളിൽ എന്തുകൊണ്ടാണ്? നമ്മുടെ ഈസ്ട്രോജൻ ഹോർമോണിൻ്റെ അളവ് ആ ഒരു സമയത്ത് കുത്തനെ താഴ്ന്നു തുടങ്ങുകയാണ്. സ്ട്രെസ് അനുഭവപ്പെട്ടു തുടങ്ങും, സമ്മർദ്ദം അനുഭവപ്പെട്ടു തുടങ്ങും. നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ ബാധിക്കുന്ന ഒരു ലെവലിലോട്ട്, നമ്മുടെ ജോലിയെ ബാധിക്കുന്ന ലെവലിലോട്ട് മാറുന്നുണ്ടെങ്കിൽ ഒരു മാസത്തിൽ 2 തവണ പീരീഡ്സ് ആവുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് 2 തവണയൊക്കെ ചില സ്ത്രീകളിൽ പീരീഡ്സ് ആവുന്നത്? ഫൈബ്രോയിഡ് മുഴകൾ, PMOS പോലെയുള്ള അസുഖങ്ങൾ, ഇൻസുലിൻ റെസിസ്റ്റൻസ്. നമസ്കാരം, ഡോക്ടർ സ്പീക്കിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സൂര്യ സുജി. ആർത്തവം അയിത്തമായി കാണുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ആർത്തവമായിട്ടുള്ള സമയത്ത് സ്ത്രീകൾക്ക് കണ്ണിൽ കാണുന്ന ആണുങ്ങളോടെല്ലാം ലൈംഗികമായിട്ടുള്ള താല്പര്യം തോന്നുമെന്ന് പറഞ്ഞ സ്ത്രീപക്ഷവാദിയുള്ള ഇൻഫ്ലുവൻസർമാരുള്ള സമൂഹത്തിൽ നിന്നാണ് ആർത്തവത്തെക്കുറിച്ചും സ്ത്രീകളുടെ ലൈംഗികാരോഗ്യത്തെക്കുറിച്ചും മാനസികാരോഗ്യത്തെക്കുറിച്ചും ഇന്ന് ഡോക്ടർ സ്പീക്കിംഗ് സംസാരിക്കാൻ പോകുന്നത്. കൂടെയുള്ളത് വയനാട് വെൽനസ് ക്ലിനിക്കിൻ്റെ MD ആയ ഡോക്ടർ രേഷ്മയാണ്. വെൽക്കം ഡോക്ടർ. താങ്ക് യു. ആദ്യം ഈ വിഷയത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പം റീസെൻ്റ് ആയിട്ട് ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, പുള്ളിക്കാരി ഭയങ്കര സ്ത്രീപക്ഷവാദിയാണെന്നാണ് സ്വയം അവകാശപ്പെടുന്നത്. വളരെ റോങ് ആയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞു. അതിൽ ഏറ്റവും റോങ് ആയി സ്ത്രീകൾക്കെല്ലാം വെറുക്കപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആർത്തവമാവുന്ന സമയത്ത് സ്ത്രീകൾക്ക് കണ്ണിൽ കാണുന്ന എല്ലാ പുരുഷന്മാരോടും ലൈംഗികമായിട്ടുള്ള താല്പര്യം തോന്നുമെന്നാണ്. അതായത് ലൈംഗിക താല്പര്യങ്ങൾ ആ സമയത്ത് ചെറുതായി ചില സ്ത്രീകൾക്ക് കൂടുമെന്ന് പറയുന്നതിന് കുഴപ്പമില്ല, പക്ഷേ കണ്ണ് കാണുന്ന ആൾക്കാരോടെല്ലാം ലൈംഗിക താല്പര്യമാവുമെന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റാണ് പ്രശ്നം. അതിനെതിരെ ഒരുപാട് പേര് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആസ് എ ഡോക്ടർ എന്താണ് ശ്രീലക്ഷ്മി അറക്കലിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റിനോട് പറയാനുള്ളത്? നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിലെ ഓരോ ആഴ്ചയിലും സ്ത്രീകളുടെ ലൈംഗിക താല്പര്യത്തിന് വ്യത്യാസം വരാം. മാസക്കുളി തുടങ്ങി 12ാമത്തെ ദിവസം അണ്ടോൽപാദനം കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരം കൺസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നടത്തും. ആ സമയത്ത് സ്ത്രീകൾക്ക് ലൈംഗിക താല്പര്യം, ഒരു വിഭാഗം സ്ത്രീകൾക്ക് ലൈംഗിക താല്പര്യം അധികമായി വരാറുണ്ട്. ഒരു വിഭാഗം എന്ന് പറയുന്നത് അപ്പോഴും നമ്മൾ അണ്ടർ സ്ട്രെസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ ഇതിനെ ബാധിക്കുകയും ചെയ്യാം, ഹോർമോൺ ലെവലിനെ ബാധിക്കുകയും ചെയ്യാം. ഓരോ സ്ത്രീയുടെ അനുഭവം വ്യത്യസ്തമായിരിക്കും കേട്ടോ. അതേപോലെ തന്നെ ആർത്തവ സമയത്ത് ചില സ്ത്രീകൾക്ക് സെക്സിനോടുള്ള താല്പര്യം അധികമായി തോന്നാറുണ്ട്, മറ്റു ചിലർക്ക് വേദനയും അസ്വസ്ഥതയും മറ്റു ബുദ്ധിമുട്ടുകളും കാരണം അത് കുറവായി തന്നെ തോന്നാറുള്ളൂ. പല പ്രായത്തിലുള്ള സ്ത്രീകളെ ചികിത്സിച്ചിട്ടുള്ള ഒരാളാണ്. അതായത് ചെറിയ കുട്ടിയായിട്ട് വന്ന പെൺകുട്ടി, അഡോളസെൻസിലുള്ള ടീനേജർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി, മധ്യവയസ്കയായിട്ടുള്ള സ്ത്രീ, വളരെ പ്രായം ചെന്ന സ്ത്രീകൾ, അതായത് ഒരു പെരിമെനോപോസ് ആ സ്റ്റേജിലൊക്കെയുള്ള സ്ത്രീകൾ, അത്തരത്തിലുള്ള എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകളെ ചികിത്സിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് പൊതുവെ പല പ്രശ്നങ്ങളും അവർ തുറന്നു പറയാൻ മടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഏത് പ്രശ്നമാണ് അവർ ഏറ്റവും കൂടുതൽ പറയാൻ, ഒരു ഡോക്ടറോട്, ഒരു സ്ത്രീ ഡോക്ടർ ആയാലും പോലും പറയാൻ മടിക്കുന്ന അവരുടെ ശരീരത്തിലെ പ്രശ്നം ഏതായിട്ടാണ് തോന്നിയിട്ടുള്ളത്? വജൈനൽ ഹെൽത്തിനെ പറ്റി പറയാൻ മടിക്കുന്ന ചില സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. വജൈനൽ ഡിസ്ചാർജുകൾ നോർമലും അബ്നോർമലും തിരിച്ചറിയാത്ത ഒരു വിഭാഗം സ്ത്രീകൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. നോർമൽ എന്തെന്ന് നോക്കാം നമുക്ക്. ഓക്കെ. സാധാരണ രീതിക്ക് നമ്മുടെ പീരീഡ്സ് ആരംഭിക്കുന്നതിന് ഒരു 3-4 ദിവസം മുൻപ്, അല്ലെങ്കിൽ പീരീഡ്സ് അവസാനിച്ച് കുറച്ച് ദിവസത്തേക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഡിസ്ചാർജ് വരാം.
വൈറ്റ് ഡിസ്ചാർജ്. വൈറ്റ് ഡിസ്ചാർജ് വരാം. അത് വളരെ നോർമലാണ്. അതേപോലെ തന്നെ പീരീഡ്സ് ആരംഭിച്ച് സൈക്കിളിൻ്റെ ഡേ 1 നോക്കുമ്പോൾ ഒരു 12 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും ഓവുലേഷനോട് അടുക്കുമ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള മ്യൂക്കോയിഡ് ഡിസ്ചാർജും വരാം. അതും വളരെ നോർമൽ. അതും വൈറ്റ് കളർ തന്നെ കുറച്ച് സ്റ്റിക്കി ആയിരിക്കും കുറച്ചും കൂടെ. അതും നോർമലാണ്, കളറിന് ചേഞ്ച് ഇല്ല, അതും നോർമലാണ്. അബ്നോർമൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഡിസ്ചാർജിന്റെ നിറം ചിലപ്പോൾ ഇളം മഞ്ഞയായിരിക്കാം, പച്ച നിറം വരാം, പച്ച നിറം വരാം, ചാര നിറത്തിലൊക്കെ വരാം. അതിൻ്റെ കൂടെ കടുത്ത ദുർഗന്ധം, ഇച്ചിങ്, ഇറിറ്റേഷൻ, ബന്ധപ്പെട്ടതിന് ശേഷമൊക്കെ പുകച്ചില്, യൂറിൻ പാസ് ചെയ്തതിന് ശേഷം കടുത്ത നീറ്റൽ, ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അബ്നോർമൽ ആയിട്ടുള്ള ഡിസ്ചാർജുകളാണ്. ക്ലിനിക്കൽ ഇവാലുവേഷൻ ആവശ്യമാണ്. ഈ ഗ്രീൻ കളറൊക്കെ വന്നിട്ടുണ്ട് എന്ന് മാം പറഞ്ഞു. അത്തരത്തിലുള്ള പേഷ്യൻസ് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ ഒരുപക്ഷെ ചില ഫംഗൽ അണുബാധകളിൽ വരാം ആ ഭാഗത്തെ. അതേപോലെ മറ്റണുബാധകൾ, STDs, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസസ്, അതിലൊക്കെ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. വൈറ്റ് ഡിസ്ചാർജിനെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു. പീരീഡ്സ് സ്ത്രീകളിൽ ഭൂരിഭാഗം പേർക്കും അവരുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ആർത്തവം അഥവാ പീരീഡ്സ് എന്ന് പറയുന്നത്. എന്താണ് ഒറിജിനലി പീരീഡ്സ് എന്ന് പറയുന്നത്? ആ സമയത്ത് എന്തൊക്കെയാണ് ബയോളജിക്കൽ ക്ലോക്ക് ടിക്കിംഗ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താണ് ശരീരത്തിൽ നടക്കുന്ന ഒരു കംപ്ലീറ്റ് പ്രക്രിയ എന്ന് പറയുന്നത്? എന്താണ് വാട്ട് ഈസ് പീരീഡ്സ്? നോർമൽ പീരീഡ്സ് എന്ന് പറയുന്നത് നമുക്ക് 24 ദിവസം മുതൽ 38 ദിവസം, അത്ര ദിവസത്തിനുള്ളിൽ സൈക്കിൾ കൃത്യമായി വരുന്നു എന്നുള്ളതിനാണ് നമ്മൾ നോർമൽ പീരീഡ്സ് എന്ന് കണക്കാക്കുന്നത്. ഓക്കെ. ഒരു 3 ദിവസം മുതൽ 7 ദിവസം വരെയുള്ള ബ്ലീഡിങ്ങിനെ നമ്മൾ നോർമലായിട്ട് കാണും. 7 ദിവസത്തിൽ കൂടുകയോ അല്ലെങ്കിൽ 2 ദിവസമൊക്കെ ബ്ലീഡിങ് ഉള്ളൂ എന്ന് പറയുന്നത് അബ്നോർമൽ തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെ ബ്ലീഡിങ്ങിൻ്റെ അളവ്, തോത്, ടോട്ടൽ ഒരു മെൻസ്ട്രേഷൻ്റെ സമയത്ത് 80 മില്ലിയോളം ബ്ലഡാണ് പുറത്തോട്ട് പോകുന്നത്. പക്ഷെ അതിലും പീരീഡ്സിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിൽ 1 2 ദിവസങ്ങളിലൊക്കെ കുറച്ച് ബ്ലീഡിങ് അധികമാവും. അതിന് ശേഷമുള്ള ദിവസങ്ങളിൽ കുറച്ചും കൂടെ അളവ് കുറഞ്ഞതായിട്ട് കാണാറുണ്ട്. പീരീഡ്സ് എപ്പോഴാണ് നമുക്ക് അബ്നോർമൽ ആവുന്നത്? ഞാൻ കേട്ടിട്ടുണ്ട് ചില സ്ത്രീകൾക്ക് 14 ദിവസം വരെ ആർത്തവം ഉണ്ടാവുന്ന സ്ത്രീകളുണ്ട്. ചില സ്ത്രീകൾക്ക് 2 ദിവസം 3 ദിവസം മാത്രമേ പീരീഡ്സ് ആവുള്ളൂ. അതായത് ആദ്യത്തെ ദിവസം നല്ല രീതിയിൽ പീരീഡ്സ് ബ്ലഡ് ഉണ്ടാവും, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള 2 ദിവസം കുറവായിരിക്കും. പണ്ട് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്, സൂര്യ കൃത്യമായിട്ട് 7 ദിവസം പീരീഡ്സ് വന്നിരിക്കണം, അതാണ് ഒരു നോർമൽ, നമ്മൾ അമ്മമാരൊക്കെ പറയുന്നത്. ശരിക്കും ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, എത്ര ദിവസം നമുക്ക് പീരീഡ്സ് ബ്ലഡ് വരണം? നോർമലി 3 മുതൽ 7 ദിവസം വരെ നമുക്ക് പ്രതീക്ഷിക്കാം. 7 ദിവസത്തിന് ശേഷം ഈ 14 ദിവസം വരെയൊക്കെ ബ്ലീഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഹെവി മെൻസ്ട്രൽ ബ്ലീഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഫുള്ളി സോക്ഡ് ആയിട്ടുള്ള പാഡ് തുടർച്ചയായിട്ട് 2-3 മണിക്കൂർ അങ്ങനെ ഓരോ മണിക്കൂറിൽ മാറ്റേണ്ടി വരുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. പിന്നെ പീരീഡ്സിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിൽ വളരെ ചെറിയ ക്ലോട്ടൊക്കെ പാസ് ചെയ്യും. നാണയത്തിൻ്റെയൊക്കെ വലുപ്പത്തിൽ, ഒരു 5 രൂപ കോയിൻ്റെയൊക്കെ വലുപ്പത്തിലുള്ള അങ്ങനത്തെ ക്ലോട്ടുകളൊക്കെ പാസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ 7 ദിവസത്തിൽ കൂടുതൽ ബ്ലീഡിങ് തുടർച്ചയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ ഹെവി മെൻസ്ട്രൽ ബ്ലീഡിംഗ് ആണ് പറയുന്നത്. അബ്നോർമൽ തന്നെയാണ്. പീരീഡ്സ് ഇറഗുലാരിറ്റീസ് വരുന്ന സ്ത്രീകളുണ്ട്, പെൺകുട്ടികളുണ്ട്. ഇപ്പോൾ ഒന്നാമത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ഉണ്ട്, എക്സസൈസ് ഇല്ലായ്മയുടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ട്. എല്ലാവർക്കും വരുന്നതാണ്, എനിക്ക് പീരീഡ്സ് കൃത്യമായിട്ട് ആവുന്നില്ല, എനിക്ക് പീരീഡ്സിൻ്റെ ഡേറ്റ് മാറിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ മാസം എനിക്ക് 5-ാം തീയതി ആയ പീരീഡ്സ് എനിക്ക് ഈ മാസം 25-ാം തീയതി ആയത്. സ്ട്രെസ്സ് കൊണ്ടാണോ ഇനി എന്താണെന്ന് അറിയില്ല. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള അബ്നോർമാലിറ്റീസ് വരുന്നത്? സ്ട്രെസ്സ് തീർച്ചയായിട്ടും പീരീഡ്സിനെ ഇറഗുലറാക്കാൻ സാധ്യതയുള്ളൊരു ഘടകം തന്നെയാണ്. അത് നമ്മുടെ ഈ ഡേ ടു ഡേ ലൈഫിലെ ചെറിയ ചെറിയ ടെൻഷനും സ്ട്രെസ്സും അല്ല പറയുന്നത്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ ബാധിക്കുന്ന രീതിക്കുള്ള കാര്യമായിട്ടുള്ള സമ്മർദ്ദം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെസ് ഹോർമോൺ കോർട്ടിസോൺ ലെവൽ ബ്ലഡിൽ കൂടി നിൽക്കുന്ന അവസ്ഥയിൽ ഓവുലേഷനെ അത് ബാധിക്കാം. സ്വാഭാവികമായിട്ടും പീരീഡ്സ് ഇറഗുലറായി വരാം. പിന്നെ അതല്ലാതെ ഈ ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ് വരാനുള്ള മറ്റു സാധ്യതകൾ, മറ്റ് അസുഖങ്ങൾ, ഫൈബ്രോയിഡ് മുഴകളുണ്ടോ, രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും അസുഖങ്ങൾ അവർ നേരിടുന്നുണ്ടോ, ഇതൊക്കെ കൃത്യമായിട്ട് ക്ലിനിക്കൽ ഇവാലുവേഷൻ നടത്തി തന്നെ ചികിത്സ എടുക്കേണ്ടതാണ്. പീരീഡ്സിൻ്റെ കളർ എന്താണ് എന്നുള്ളത് എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട്. ഭയങ്കരം കട്ടിയായിട്ടുള്ള റെഡ് കളറാണോ അതോ ബ്രൗൺ കളറാണോ? എന്താണ് ശരിക്കും പീരീഡ്സിന്റെ കളറായിട്ട് വരുന്നത്? ബ്രൈറ്റ് റെഡ് എന്ന് പറയുന്നത് ഫ്രഷ് ബ്ലഡ് ആണ്. പക്ഷേ മിക്ക സ്ത്രീകൾക്കും പീരീഡ്സ് തുടങ്ങുന്ന സമയത്തും പീരീഡ്സ് അവസാനിക്കുന്ന സമയത്തും കുറച്ചും കൂടെ ഡാർക്ക് റെഡ് കളറിലായിരിക്കും ഇത് വരുന്നത്. അതായത് യൂട്രസിന്റെ ഭിത്തിയിൽ നിന്ന്
കുറച്ച് നേരം കെട്ടിക്കിടന്നതിന് ശേഷം പുറത്തോട്ട് വരുന്ന ബ്ലഡ് ആ നിറത്തിലുണ്ടാവുക. ഫ്രഷ് ബ്ലഡ് എന്ന് പറയുന്നത് ബ്രൈറ്റ് റെഡിൽ തന്നെയാണ് ഉണ്ടാവുക. പഴകിയ ബ്ലഡ് എന്നുള്ളതാണ് നമ്മൾ ഈ ഡാർക്ക് ബ്ലഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂട്രസിൽ നിന്ന് പുറന്തള്ളാൻ കുറച്ച് സമയം വൈകിയത് കൊണ്ടാവാം. സർവ്വസാധാരണമായിട്ട് ഇത് ചില സ്ത്രീകൾക്ക് പീരീഡ്സിൻ്റെ ആരംഭത്തിലും അവസാനത്തിലും കാണാറുണ്ട്. ഫ്രഷ് ബ്ലഡിൻ്റെ കളർ ബ്രൈറ്റ് റെഡ് തന്നെയാണ്. മിക്ക സ്ത്രീകളും ഇപ്പം നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു മാസത്തിൽ 2 തവണ പീരീഡ്സ് ആവുന്നുണ്ട്. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തുണ്ട്. അപ്പം അവൾക്കാണെങ്കിൽ എപ്പോഴും എന്നെ വിളിച്ചിട്ട് പറയും എനിക്ക് വയ്യ. അതായത് മാസത്തിൽ 2 തവണയാണ് പീരീഡ്സ് ആവുന്നത്. നമുക്ക് ഒരു തവണ തന്നെ പീരീഡ്സ് ഒന്ന് കഴിഞ്ഞ് കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോഴാണ് 2 തവണ ആർത്തവം ഉണ്ടാവുന്നത്. നമ്മൾ മെൻ്റലി ഫിസിക്കലി ഒക്കെ ഭയങ്കരമായി ഒരു വളരെയധികം മോശാവസ്ഥയിലാണ് നമ്മൾ ഉണ്ടാവുക. എന്തുകൊണ്ടാണ് അത് 2 തവണയൊക്കെ ചില സ്ത്രീകളിൽ പീരീഡ്സ് ആവുന്നത്? ഒരു മാസത്തിൽ 2 തവണ പീരീഡ്സ് ആവുന്ന അങ്ങനെ ഒരു കണ്ടീഷനുമായിട്ട് എല്ലാ ഏജ് ഗ്രൂപ്പിലെ സ്ത്രീകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ. ചെറിയ കൗമാരപ്രായക്കാരെയും കണ്ടിട്ടുണ്ട്, പെരിയ മെനോപോസ് സ്റ്റേജിൽ നിൽക്കുന്ന സ്ത്രീകളെയും കണ്ടിട്ടുണ്ട്. ഹോർമോണൽ സന്തുലിതാവസ്ഥ ഇല്ലാതാവുന്നത് തന്നെയാണ് അതിൻ്റെ കാരണം. ചില സ്ത്രീകളിൽ ഫൈബ്രോയിഡ് മുഴകൾ, PMOS പോലെയുള്ള അസുഖങ്ങൾ, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇങ്ങനെയുള്ള പല കണ്ടീഷനിൽ കൂടെ കടന്നുപോയ സ്ത്രീകൾക്ക് ഇത് കാണാറുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് അമ്മ വയ്യാണ്ട് പനിയായിട്ട് കിടക്കുക. അപ്പോൾ മക്കളടുത്ത് ജോലി ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷെ മക്കളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് അമ്മേൻ്റെ അടുത്ത് അമ്മ ആ പാത്രം എവിടെ, അമ്മ ഈ എന്താ ഞാൻ മുളക് പൊടിയാണ് ഇടേണ്ടത്, മഞ്ഞപ്പൊടിയാണ് ഇടേണ്ടത്, അമ്മ അവിടെ, അമ്മ ഇവിടെ എന്ന് പറഞ്ഞിട്ട് അവരൊരു 5 മിനിറ്റ് പോലും റെസ്റ്റ് ചെയ്യാൻ വിടുന്നില്ല. പക്ഷേ ഇതൊരു തമാശ രൂപേണയാണ് ഈ ആളുകൾ ഈ ഒരു റീൽ അവതരിപ്പിച്ചത്. നമ്മൾ ഡേ ടു ഡേ ലൈഫിലായാലും നമ്മൾ കാണുന്നത് അമ്മമാർക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അവരത് പറയത്തില്ല, പരാതിപ്പെട്ടില്ല, അവർ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ആ സ്ത്രീകളുടെ ഒരു ബേസിക് നേച്ചറാന്ന് പറഞ്ഞാൽ അതിനെ നോർമലൈസ് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സ്ത്രീകൾ കുറച്ചുകൂടി മാറി. പക്ഷെ എന്നാലും അതിനെ തമാശ പോലും ചെയ്യുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ടായിരിക്കും സ്ത്രീകൾ സ്വന്തം ശരീരത്തെ ഇങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്നത്? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്? എന്തായിരിക്കും? എല്ലാ ഏജ് ഗ്രൂപ്പിലെ സ്ത്രീകളും അവർ കടന്നു പോകുന്ന ഗർഭാവസ്ഥ, മുലയൂട്ടൽ കാലഘട്ടം, ഇപ്പം ഒരു മാസത്തെ മെൻസ്ട്രൽ സൈക്കിളിൽ തന്നെ പല ഫേസുകൾ, മെൻസ്ട്രേഷൻ, ഓവുലേഷൻ, ഫോളിക്കുലർ ഫേസ്, പലതരം ശാരീരികമായിട്ടുള്ള സ്ട്രെസ്സുകൾ, അതിന് പുറമേ കുടുംബത്തുള്ള പ്രശ്നങ്ങളാവാം, ജോലി സ്ഥലത്തെ സമ്മർദ്ദങ്ങളാവാം, ഇതൊക്കെ നേരിട്ട് ഫൈറ്റ് ചെയ്താണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അവർക്ക് സഹായം വേണ്ട സമയങ്ങളുണ്ട്. ഒരു പെരിമെനോപോസൽ സ്റ്റേജിലെത്തുന്ന ഒരു സ്ത്രീയെ അവരുടെ മനോബലം കുറവാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലും അവരുടെ മനോബലം കുറഞ്ഞിരിക്കുന്നത് കൊണ്ടല്ല, ആ സമയത്തെ ഹോർമോണൽ സന്തുലിതാവസ്ഥ നശിക്കുന്നത് കൊണ്ടും നമ്മളെ വെൽബീയിങ്, നമ്മളെ കാമാക്കി വെക്കുന്ന, നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന സെറട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ, ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോണിനെ പറ്റി ഒരുപാട് പേര് ഹാപ്പി ഹോർമോണാണ് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ അടുത്തൊക്കെ റീൽസിലും ഒക്കെ കണ്ടിട്ടുണ്ട്. സെറട്ടോണിനെ പറ്റി അത്ര അധികം പേര് സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. സെറട്ടോണിൻ നമ്മുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യുന്ന, നമ്മളെ ഹാപ്പിയാക്കി വെക്കുന്ന ഒരു ഹോർമോണാണ്. ഓക്കെ. ഇതും അണ്ടാശയമായിട്ടൊരു ബന്ധമുണ്ട്. അണ്ടാശയത്തിൽ നിന്ന് ഈസ്ട്രോജൻ ഉൽപ്പാദിപ്പിക്കുന്ന ഈസ്ട്രോജൻ ഹോർമോൺ സെറട്ടോണിൻ്റെ പ്രൊഡക്ഷനെയും അതേപോലെ പ്രവർത്തനത്തെയും ബാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഈസ്ട്രോജൻ ഹോർമോൺ നമ്മുടെ ശരീരത്തെ ആഡ്വക്കേറ്റ് ആയി നിൽക്കുന്ന അവസ്ഥയിൽ സെറട്ടോണിൻ്റെ പ്രൊഡക്ഷനും അതിൻ്റെ പ്രവർത്തനവും കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. നമുക്ക് ആ വെൽബീയിങ് ഫീലിൽ കൂടെ പോകാൻ കഴിയുള്ളൂ. ഈ സൂര്യ സൂചിപ്പിച്ച ക്വസ്റ്റ്യനിലെ കൂടുതൽ സഫർ ചെയ്യുന്ന ആളുകൾ പെരിയോമെനോപോസ് സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്ന ആളുകളാണെന്ന് തോന്നുന്നത്. ഒരു 30-35 ലേറ്റ് 30s ഒക്കെ കഴിഞ്ഞ് വളരെ ആക്റ്റീവായിട്ടിരുന്ന സ്ത്രീകൾ പിന്നെ ഒന്ന് ഉൾവലിയുകയും അതുവരെയും ചെയ്തുകൊണ്ടിരുന്ന താല്പര്യമുള്ള പല വിഷയങ്ങളും താല്പര്യം കുറയുകയും അങ്ങനെയൊക്കെ കാണുമ്പോഴേക്കും പൊതുവായിട്ട് ജനങ്ങൾ അവർക്കെന്തോ അവരുടെ മാനസികാരോഗ്യം കുറഞ്ഞതും അതിനേക്കാളും മനോബലം കുറഞ്ഞതായിട്ടും, പണ്ടൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ അവർ നേരിട്ടിരുന്ന പോലെ ആ ഒരു ആത്മധൈര്യത്തിലൊന്നും നേരിടാൻ കഴിയാതെ അവരൊന്ന് ഉൾവലിയുന്ന പോലെ കാണുമ്പോഴേക്കും മനോബലം കുറഞ്ഞതായിട്ട് പൊതുവെ വ്യാഖ്യാനിക്കുക, അല്ലെങ്കിൽ അവർ ഡിപ്രഷനിലോട്ട് പോകുന്നു, ഇങ്ങനെയൊക്കെയാണ് പൊതുവെ വ്യാഖ്യാനിക്കുക. ആ സമയത്ത് അവരനുഭവിക്കുന്ന ഹോർമോണൽ ചേഞ്ചുകളെ അക്നോളജ് ചെയ്യാത്ത ആളുകൾ കുറവാണ്. ഈ അടുത്ത കാലത്താണ് കുറച്ചൊക്കെ സംസാരിച്ച് തുടങ്ങുന്നത്. മെനോപോസിനെ പറ്റി ഒരുപാട് പേര് സംസാരിച്ച് കേട്ടിട്ടുണ്ട്. പെരി മെനോപോസൽ സ്റ്റേജിനെ പറ്റി അത്രയധികം പേര് സംസാരിച്ച് നമ്മൾ കേട്ടിട്ടില്ല. എല്ലാ ഏജ് ഗ്രൂപ്പിലെ സ്ത്രീകൾക്കും പരിഗണന ആവശ്യമുണ്ട്. ഓരോ സ്ത്രീയുടെ ഹോർമോണൽ ചേഞ്ചസിനോട് അവർ പ്രതികരിക്കുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കും. കൂടെ നിൽക്കുന്ന ഒരു ഫാമിലി മെമ്പർ എന്നുള്ള രീതിക്ക്, പാർട്ട്ണർ എന്നുള്ള രീതിക്ക്, മക്കൾ എന്നുള്ള രീതിക്ക് നമ്മൾ അവരെ കേൾക്കാൻ തയ്യാറാവണം,
നല്ല കമ്മ്യൂണിക്കേഷൻ വേണം. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തയ്യാറായി തന്നെ സപ്പോർട്ട് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. പീരീഡ്സിന് ആർത്തവത്തിന് ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. മിക്ക ആളുകൾ ഇപ്പോൾ ഓവുലേഷനെ കുറിച്ച് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം നേരത്തെ ശ്രീലക്ഷ്മി അറക്കൽ ഓവുലേഷനെ കുറിച്ച് പറഞ്ഞതുപോലെ ഒരുപാട് സ്ത്രീകൾ ഓവുലേഷനെ റൊമാൻറ്റിസൈസ് ചെയ്യുന്ന കാണലുണ്ട്. ഓവുലേഷൻ എന്താ നമുക്കറിയാം. ഇനി സ്ത്രീകൾ ഈ പീരീഡ്സ് ആവുന്ന സമയത്ത് കുറച്ച് ദിവസം മുന്നേ ചില സ്ത്രീകൾക്ക് അതിൻ്റെ സിംറ്റംസ് തുടങ്ങും. PMS പോലെ സ്ത്രീകൾക്ക് വരാറുണ്ട്. ഭയങ്കരമായിട്ടുള്ള മൂഡ് സ്വിങ്സ്, നമുക്ക് സാധനങ്ങൾ തല്ലിപ്പൊട്ടിക്കാൻ തോന്നുക, ആരെങ്കിലും കൈ കിട്ടിയാൽ പോലും ഇടിക്കാൻ തോന്നുന്ന ഒരവസ്ഥ, അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലൂടെ സ്ത്രീകൾ കടന്നു പോകുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ഭയങ്കരമായിട്ടുള്ള മൂഡ് സ്വിങ്സ് ഈ പീരീഡ്സിന് മുന്നേ ഉള്ള ദിവസങ്ങളിൽ എന്തുകൊണ്ടാണ്? നല്ല വിഷാദം വരും ആ സമയത്ത്, കടുത്ത ദേഷ്യം വരും. കാര്യം ഞാൻ എത്ര വട്ടം കരഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? ഉറക്കത്തിന് ഡിസ്റ്റർബൻസ് വന്നു തുടങ്ങും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് നമ്മുടെ ഈസ്ട്രോജൻ ഹോർമോണിൻ്റെ അളവ് ആ ഒരു സമയത്ത് കുത്തനെ താഴ്ന്നു തുടങ്ങുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ ഈസ്ട്രോജൻ ഹോർമോൺ കുത്തനെ താഴുമ്പോൾ നമ്മുടെ വെൽബീയിങ് ഹോർമോൺ, നമ്മളെ വെൽബീയിങ് ഫീൽ ഉണ്ടാക്കി തരുന്ന സെറട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ലെവലും താഴുകയാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് സ്ട്രെസ് അനുഭവപ്പെട്ടു തുടങ്ങും, സമ്മർദ്ദം അനുഭവപ്പെട്ടു തുടങ്ങും, വിഷാദം വരാം. ആ ഒരു വിഷാദം എന്ന് പറയുന്നതും നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ ബാധിക്കുന്ന ഒരു ലെവലിലോട്ട്, നമ്മുടെ ജോലിയെ ബാധിക്കുന്ന ലെവലിലോട്ട് മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ഒരു ക്ലിനിക്കൽ ഇവാലുവേഷൻ എടുക്കുകയും വേണം. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള മാറ്റങ്ങളാണ്. അതായത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് പീരീഡ്സിനൊരു 3-4 ദിവസം മുൻപ് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള കരച്ചിൽ. അതായത് ചെറിയ ഒരു സിനിമയിൽ ചിലപ്പോൾ ചെറുതായിട്ടുള്ളൊരു ഇമോഷണൽ സീനായിരിക്കും. അത് 2 മണിക്കൂറൊക്കെ ഇരുന്ന് കരയാറുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു വിഷമം വരുന്നത് നമുക്കറിയില്ല. നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് സെറട്ടോണിനാണ്. ഈ സമയത്ത് സെറട്ടോണിൻ്റെ പ്രൊഡക്ഷൻ ഒക്കെ കുറയുന്നുണ്ട്. നമുക്ക് കരച്ചിൽ തുടങ്ങി കഴിഞ്ഞാൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. പറഞ്ഞ പോലെ 2 മണിക്കൂറൊക്കെ തുടർച്ചയായിട്ട് കരഞ്ഞു പോകുന്ന അവസ്ഥ വരും. ഇമോഷണൽ കൺട്രോൾ ആ സമയത്ത് ലോസ്റ്റ് ആവുന്നുണ്ട്, ഹോർമോണൽ ഇംബാലൻസ് കാരണം. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പോകുന്നത്. വിഷമമാണെങ്കിൽ എക്സ്ട്രീം വിഷമത്തിലോട്ട് പോകും, ദേഷ്യമാണെങ്കിൽ വളരെ എക്സ്ട്രീം ദേഷ്യത്തിലോട്ടൊക്കെ ആളുകൾ പോകുന്നത്. മലയാളത്തിൽ സിനിമാ നടിമാരിൽ അർച്ചന കവിയാണ് ആദ്യമായിട്ട് തനിക്ക് PMS ഉണ്ടെന്ന് പറഞ്ഞിട്ട് വർഷങ്ങൾക്ക് മുൻപ് തുറന്നു പറഞ്ഞത്. മിക്ക ആളുകൾക്കും ഈ PMSൻ്റെ ആ ഒരു എക്സ്ട്രീം എന്താണെന്ന് അറിയില്ല. ചില ആൾക്കാർ, ഞാൻ മിക്ക ആണുങ്ങളും പറയുന്നത് കേട്ടിട്ടുണ്ട്, തുടങ്ങി പീരീഡ്സ് ഡ്രാമ. നമ്മൾ ശരിക്കും നമ്മളെ കൺട്രോളിലല്ല ഇത്. ചിലപ്പോൾ ഒരാളോട് ദേഷ്യപ്പെടുന്നത് പോലും നമുക്കറിയില്ല നമ്മൾ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്. ആ ദേഷ്യപ്പെട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ആലോചിക്കും, ഞാൻ എന്തിനാണ് ദേഷ്യപ്പെട്ട് പീരീഡ്സ്. പക്ഷേ ചില ആൾക്കാർ പറയും എല്ലാത്തിനെയും പീരീഡ്സിൻ്റെ മുകളിൽ ബ്ലെയിം ചെയ്യല്ലേ. പക്ഷെ ബ്ലെയിം ചെയ്യുന്നില്ല, അത് അവസ്ഥയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഒരു സ്ത്രീക്ക് പീരീഡ്സ് ആവുമ്പോൾ ചുറ്റുമുള്ള ആളുകൾ ഈ പീരീഡ്സ് ഡ്രാമ എന്ന് പറയുന്നുണ്ട്. ആ പീരീഡ്സ് ഡ്രാമ എന്ന് പറയുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ സഹോദരി ആയിക്കോട്ടെ, സഹപ്രവർത്തക ആയിക്കോട്ടെ, അമ്മ ആയിക്കോട്ടെ, ചേച്ചി ആയിക്കോട്ടെ, സ്ത്രീകൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ മനസ്സിലാക്കി അവരെ കരുതൽ കൊടുക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ആ സമയത്ത് ചെയ്യേണ്ട കാര്യം. അത് പുരുഷന്മാരിലോട്ട് കുറച്ചും കൂടെ ഈ സ്ത്രീകളും ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഞാൻ ഇപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് പീരീഡ്സ് ആകും, ആ ഒരു അവസ്ഥ അവർ പറഞ്ഞ് മനസ്സിലാക്കാനും ശ്രമിക്കണം. കമ്മ്യൂണിക്കേഷൻ വേണം, കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ സപ്പോർട്ടീവായിട്ടുള്ള എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. നമുക്ക് മാനസികാരോഗ്യത്തിനും പിന്തുണ വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തും അതിന് പുറത്തോട്ട് പിന്തുണ വേണമെന്നുണ്ടെങ്കിൽ സൈക്കോളജിസ്റ്റിനെയോ ഒക്കെ കാണുകയും കൗൺസിലിംഗ് എടുക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. PMSൻ്റെ സമയത്തും പീരീഡ്സിൻ്റെ സമയത്തും സ്ത്രീകൾ കാണിക്കുന്ന വികാര വിക്ഷോഭങ്ങളൊക്കെ പീരീഡ്സ് ഡ്രാമ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് നമുക്ക് ചുറ്റും നിൽക്കുന്ന പുരുഷൻ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് ഇത് നമ്മൾ അനുഭവിക്കുന്ന സിറ്റുവേഷൻ മനസ്സിലാക്കാൻ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നിർബന്ധമാണ്. ഞാൻ ഒരാഴ്ചക്കുള്ളിൽ പീരീഡ്സ് ആകാൻ നിൽക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ പീരീഡ്സിൽ കൂടെ കടന്നു പോവുകയാണെന്നുള്ളത് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവണമല്ലോ. പിന്നെ ആ നേരത്ത് നമ്മൾ കാണിക്കുന്ന സ്ട്രെസ്സോ അല്ലെങ്കിൽ ഇമോഷണലി ഡൗൺ ആവുന്ന അവസ്ഥയൊന്നും നമ്മുടെ ക്യാരക്ടറിൻ്റെ ഒരു പ്രശ്നമാണെന്ന് വിലയിരുത്താനേ പാടില്ല. അല്ലെങ്കിൽ ആ സ്ത്രീ അത്ര ദുർബലയാണ്, അല്ലെങ്കിൽ ആ സ്ത്രീ അത്രത്തോളം ദേഷ്യക്കാരിയും പ്രശ്നക്കാരിയും ഒക്കെ ആണെന്നുള്ളൊരു വിലയിരുത്തലിലോട്ട് വരരുത്. ഈവൻ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ പോലും ആ സമയത്ത് ഇതൊക്കെ ബാധിക്കും. വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ നമ്മൾ ആ മെൻ്റൽ ഹെൽത്ത് ഒന്ന് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് തീരുമാനങ്ങൾ കറക്റ്റ് ആവണമെന്നില്ല. കൂടെ നിൽക്കുന്ന ആളുകൾ അത്രത്തോളം കരുതൽ കൊടുക്കുക, സപ്പോർട്ട് കൊടുക്കുക, അതാണ് ആ സമയത്ത് ചെയ്യേണ്ട കാര്യം.